അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും വ്യർത്ഥമല്ലാതു നിശ്ചയം വേഗം കാണുമെൻ മണാളനേ. വ്യർത്ഥമല്ലാതു നിശ്ചയം വേഗം കാണും എൻ മണാളനേ. ഇന്ന് രാവിലെ എനിക്ക് കർത്തദാസന്മാരോട് ഞാൻ തിരുവചനം വായിച്ചപ്പോൾ എന്നോട് ദൈവം ഇടപെട്ട എൻ്റെ ചില ജീവിതത്തിലെ ചില അനുഭവങ്ങളാണ് പങ്കുവെക്കാനുള്ളത്. നിങ്ങൾക്കത് എത്രത്തോളം ബാധകമാകുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളിൽ ആർക്കെങ്കിലും അത് ബാധകമാണെങ്കിൽ ഈ സന്ദേശം വ്യക്തിപരമായ ഒരു സന്ദേശമായിരിക്കും. ഇത് ബാധകമല്ലെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഇത് വായിച്ചപ്പോൾ എനിക്ക് വളരെ എൻ്റെ ജീവിതവുമായിട്ട് ഇതിന് വളരെ ശുശ്രൂഷയുമായിട്ട് വളരെ സാമ്യം തോന്നി. അത് ഏറ്റവും അനുഗ്രഹമാകേണ്ടതിന് ആദ്യോടന്തം ശ്രദ്ധിച്ചിരിക്കണമെന്ന് ദൈവസ്നേഹത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. കർത്താവ് തന്റെ ശിഷ്യന്മാരുമായി ഗലീല കടലിനടുത്തുള്ള ഒരു മലയിൽ ഇരിക്കുമ്പോൾ ഒരുപാട് ജനം കർത്താവിന്റെ അടുക്കൽ വന്നു. ഒരു പകൽ മുഴുവൻ അവരൊന്നിച്ചിരുന്നു. അന്ന് രാത്രി വിശ്രമിച്ചു. രണ്ടാമത്തെ പകൽ മുഴുവൻ ഈ ജനവും കർത്താവും ശിഷ്യന്മാരും ഒന്നിച്ചുണ്ടായിരുന്നു. രണ്ടാം രാത്രിയിൽ അവർ വിശ്രമിച്ചു. മൂന്നാമത്തെ പകലും അവരൊന്നിച്ചിരുന്നു. ഭക്ഷണമില്ല, വെള്ളമില്ല. വെള്ളം ഉണ്ടാവും, പക്ഷെ അവിടെ അങ്ങനെ വിരുന്നായിട്ടും ക്രമീകരിച്ചിട്ടൊന്നുമില്ല. വിശപ്പില്ല, ദാഹമില്ല. വളരെ സന്തോഷത്തോടെ മനുഷ്യ ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വലിയ ദൈവപ്രവൃത്തികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞ കാലം, ആ കാലം നിവൃത്തിയായി. അങ്ങനെ മൂന്നാം ദിവസം രാവിലെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇന്ന് ഈ മീറ്റിംഗ് ഇതിന്റെ ലാസ്റ്റ് ദിവസമാണ്. ഇന്ന് ഞാൻ ഇവരെ പറഞ്ഞു വിടും, പ്രാർത്ഥിച്ച്. എന്നും ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കണം. കർത്താവ് ഇതിന്റെ ആഗ്രഹമൊക്കെ പറഞ്ഞു. ശിഷ്യന്മാർക്ക് ഒന്നും അറിയത്തില്ലല്ലോ. അവര് ഭയങ്കര മറവിയുള്ളവരാണ്. അതാ അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. അതാ ഭയങ്കര മറവിയുണ്ട്, ഒട്ടും ഓർക്കുകയല്ല. അങ്ങനെ അവരവിടെ ഇരിക്കുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടി വലിയൊരു അത്ഭുതം ചെയ്തു. അതിനു മുമ്പ് ചെയ്തത് വെച്ച് നോക്കിയാൽ ഇതൊന്നുമല്ല, ഇനി ചെയ്യാൻ പോകുന്നത് ഇതിലും വലുതാണ്. അവർക്ക് അപ്പം വാഴ്ത്തി കൊടുത്തു. അത് അവർ ഭക്ഷിച്ചു. മിച്ചം വന്നു. ഈ ഭാഗത്തുനിന്ന് ഞാൻ എപ്പോഴും ഒരു ശുശ്രൂഷയിൽ പ്രസംഗിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ദുഃഖം തോന്നി. ഇന്ന് ലീഡ് ചെയ്യുന്ന, ഞാൻ ബഹുമാനിക്കുന്ന ബാബു മാസ്റ്റർ സാറിനെ പറ്റി ഒന്നും അല്ല പറയുന്നത്. അന്ന് ലീഡ് ചെയ്ത ആള് ഞാൻ ഈ പറഞ്ഞ ഭാഗമല്ല കേട്ടത്. ഒരുപോലത്തെ ഒരുപാട് സംഭവം ഉണ്ടല്ലോ. ഇത് 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ച കാര്യം ഇപ്പൊ ഈ പറയാം. ആ പാവം കർത്തൃദാസൻ മീറ്റിംഗ് കഴിഞ്ഞപ്പം 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സംഭവമാണ്. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഈ എണ്ണത്തിലും കണക്കിലും ഒക്കെ ഉള്ള വ്യത്യാസം അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ലല്ലോ. പക്ഷെ രണ്ടും തമ്മിൽ എന്ത് വ്യത്യാസം ഉണ്ടെന്ന് അറിയാമോ? അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുന്നില്ല പലരും. ഒക്കെ ഒരു ഊഹത്തിനൊക്കെ കേൾക്കുക. ഇപ്പൊ ഈ സൂം വന്നു, അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് വന്നു. പണ്ടത്തെ പോലെ ഒത്തിരി പ്രശ്നങ്ങൾ ഇപ്പൊ ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുക. ഇതിനകത്തൊന്നും വചനം ശ്രദ്ധയോടല്ല കേൾക്കുന്ന ഞാൻ കണ്ട പലരും. കർത്തദാസന്മാരല്ല, വിശ്വാസികളുടെ കാര്യം പറയുന്നത്. കർത്തദാസന്മാരും കാണുമായിരിക്കും. ഇതിങ്ങനെ മാറ്റി മാറ്റി ആരൊക്കെയുണ്ട്, എത്ര പേര് കയറി, എന്തൊക്കെ ചെയ്യുന്നു, ഇങ്ങനെ എല്ലാ കാലത്തും എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഇങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കുക. ഇത് തീർത്തും വ്യത്യസ്തമായൊരു സംഭവമാണ്. ഇവിടെ കർത്താവ് അവർക്ക് അപ്പം വാഴ്ത്തി അനുഗ്രഹിച്ചു കൊടുത്തു. 7 അപ്പവും കുറച്ചു മീനും കൊണ്ട്
4000 പേരെ പോഷിപ്പിച്ച് 7 വട്ടി നിറച്ച് എടുത്തു. വട്ടി എന്ന് പറഞ്ഞാൽ വലിയ ലാർജ് ബാസ്ക്കറ്റ്. വട്ടി കണ്ടിട്ടുണ്ടാകും കർത്താവിദാസന്മാരൊക്കെ. നിറച്ചെടുത്തു. യേശുവിന്റെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് പടകിൽ കയറി പുരുഷാരത്തെ എല്ലാം പറഞ്ഞയച്ചിട്ട് അവർ ഗലീല കടൽ കൂടി മഗധ ദേശത്തിലേക്ക് പോവുക. മറ്റേതൊക്കെ തീർത്തും വ്യത്യസ്തമാണ്. ശിഷ്യന്മാരെ മാത്രമാണ് പറഞ്ഞു വിട്ടത്. കർത്താവ് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിയത്. അവർ പോയ സ്ഥലം വേറെ, അന്നുണ്ടായ കടലിലുണ്ടായ സംഭവങ്ങൾ വേറെ, എല്ലാം തീർത്തും വ്യത്യസ്തമാണ്. ഒന്നും തമ്മിൽ ഒരു ബന്ധമില്ല. ഇവിടെ ഇപ്പൊ കർത്താവ് തന്റെ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് പടകിൽ കയറി ഗലീല കടലിന്റെ അക്കരയ്ക്ക് പോയി. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം പറ്റി. ഈ മിച്ചം ഉണ്ടായിരുന്ന അപ്പം എടുക്കാൻ ശിഷ്യന്മാര് മറന്നുപോയി. അത് ഗുരുതരമായ ഒരു സംഭവം തന്നെ. ഒരാളല്ല, 12 പേരുണ്ട് ഇവിടെ. അവർ 12 പേരും കൂടെ ആ സംഭവം മറന്നുപോയി എന്ന് പറയുന്നത് ഗൗരവമുള്ളൊരു വിഷയമാണ്. ഒരു കൊട്ടയൊന്നുമല്ല, 7 വട്ടി നിറച്ച് ബ്രെഡ് ബാക്കിയിരിപ്പുണ്ട്. അത് മറന്നുപോകുക എന്ന് പറയുന്നത് എനിക്കത്ര സിമ്പിളായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ഗൗരവമുള്ളൊരു കാര്യം തന്നെ. കർത്താവ് ബ്ലസ് ചെയ്ത് വർദ്ധിപ്പിച്ച, ജനത്തെ പോഷിപ്പിച്ച, ബാക്കിയുള്ളത് കളക്ട് ചെയ്യാൻ പറഞ്ഞത് 7 വട്ടി നിറച്ചവിടെ ഇരിക്കുന്നത് ഇവരെടുക്കാൻ മറന്നുപോയത് ഒരല്പം പ്രശ്നമുള്ള കാര്യം തന്നെ. എന്തായാലും എനിക്കത് വായിച്ചപ്പം എനിക്ക് വ്യക്തിപരമായിട്ടൊരു സന്തോഷം തോന്നി. ഞാൻ മാത്രമല്ല ഇങ്ങനെ മറവിയുള്ള ആള്, വേറെ ഒത്തിരി ആളുകളുണ്ട്. എനിക്കങ്ങനെ മറവിക്കുള്ള പ്രായമൊന്നും ആയില്ല, പക്ഷെ എല്ലാം അങ്ങ് മറന്നുപോവാ. ഇവരിങ്ങനെ ബോട്ടെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോ കർത്താവ് പറഞ്ഞു, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചോണം. ശിഷ്യന്മാരത് കേട്ടു. അവരന്നേരം തമ്മിൽ പറഞ്ഞു, അതെ, ആ ബ്രെഡ് എടുക്കാൻ മറന്നുപോയതിന്റെ വിഷയമാണ് ഇപ്പൊ കർത്താവ് പറയുന്നത്. അത് വിട്ടുപോയല്ലോ, നമുക്കൊരു അബദ്ധം പറ്റിയല്ലോ, നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കുറവുണ്ടായല്ലോ, ഒരു ഓർമ്മക്കുറവ്. അത് കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചോണം എന്ന് പറഞ്ഞാൽ അവരുടെ ഈസ്റ്റ് കൊള്ളില്ല, അവരുടെ ബ്രെഡ് അത്ര നല്ലതല്ല. ഞാൻ വാഴ്ത്തിയ ബ്രെഡ് അവിടെ ഉണ്ടായിരുന്നു, നിങ്ങളത് എടുക്കാൻ മറന്നുപോയി. ആ വിഷയം ഇപ്പൊ ഓർപ്പിക്കുക, ഇനി ഇങ്ങനെ സംഭവിക്കരുതെന്നായിരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് ഇവര് തമ്മിൽ സംസാരിച്ചു തുടങ്ങി. ഇന്ന് പകൽ കർത്താവിന് നമ്മോട് അറിയിക്കാനുള്ള സന്ദേശമാണ്. എന്തെല്ലാമോ കുറവുകളും ഓർമ്മക്കുറവുകളും ബലഹീനതകളും വീഴ്ചകളും ഒക്കെ ജീവിതത്തിൽ മിക്കപ്പോഴും ഉണ്ടാകും. അതിന്റെ കുറ്റബോധം, അതിന്റെ പ്രയാസം നമ്മെ വല്ലാതെ അലട്ടുന്നു. കർത്താവ് നമ്മോട് സംസാരിക്കുന്നതൊന്നും വേണ്ടും വണ്ണം മനസ്സിലാകുന്നില്ല, മെസ്സേജുകളൊന്നും ക്ലിയർ ആകുന്നില്ല, ഒന്നും വേണ്ടും വണ്ണം ഗ്രഹിക്കാൻ പറ്റുന്നില്ല, യോഗ്യമായിട്ട് ദൈവസന്നിധിയിൽ നിൽക്കാൻ പറ്റുന്നില്ല. സത്യസന്ധമായിട്ട് വേല ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകന്മാരുടെ ഉള്ളിൽ ഒരു ഞരക്കം കാണും. പറ്റുന്നില്ലല്ലോ കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്ന പോലൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ലല്ലോ, പ്രാർത്ഥിപ്പാനോ വചനം ധ്യാനിപ്പാനോ സുവിശേഷ വേല ചെയ്യാനോ ഒന്നും പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ഞരക്കം വിശ്വസ്തയോടെ നിൽക്കുന്ന എല്ലാ ദൈവദാസന്മാരുടെ ഉള്ളിൽ ഉണ്ട്. അവര് പ്രാർത്ഥിച്ചും അവരെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും ഈ ഒരു വശമുണ്ട്. അവരെ വേട്ടയാടുന്ന, അവരെ പ്രയാസപ്പെടുത്തുന്ന, പാപത്തെ പറ്റിയും ലോകത്തിന്റെ മാലിന്യങ്ങളെ പറ്റിയും അല്ല പറയുന്നത്. പലപ്പോഴും ആത്മീയതയിലുള്ള ഒരുക്കത്തിന്റെ കുറവുകൾ, ജഡത്തിന്റെ ബലഹീനത നിമിത്തം എന്ന് പറഞ്ഞാൽ ക്ഷീണം നിമിത്തവും ഉറക്കം നിമിത്തവും മറ്റ് ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദ നിമിത്തവും അതാ ഇവിടെ പറയുന്നത്. ഇന്ന് പറയും വചനമൊന്നും വേണ്ടും വണ്ണം ഗ്രഹിക്കാനോ ശുശ്രൂഷിക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റാതെ ഇവിടെ ഇപ്പൊ ഈ പടകിൽ സംഭവിച്ചതാണ്. അന്ന് കർത്താവ് അവരോട് പറഞ്ഞു, എന്റെ പൊന്നു സഹോദരന്മാരെ, നിങ്ങൾ ഇങ്ങനെ തുടങ്ങരുത്. ഇതൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ച്. നിങ്ങൾക്ക് എന്നെ അറിയത്തില്ലേ? ഞാൻ നിങ്ങളെ കൂടില്ലേ? എത്ര തവണ ഞാൻ നിങ്ങളെ പോഷിപ്പിച്ചു. നിങ്ങൾ അപ്പം എടുക്കാൻ മറന്നുപോയി എന്ന് പറയുന്നത് ഇത്ര വലിയൊരു കാര്യം വല്ലതുമാണോ? ഞാനല്ലേ ഉള്ളത്. ഒരു വാക്കിൽ ഒരല്പം കൊണ്ട് നിങ്ങളെ സമർത്ഥമായിട്ട് പോഷിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലേ? നിങ്ങളിങ്ങനെ അവിശ്വാസം പറയാതെ, നിങ്ങളിങ്ങനെ തകരാതെ, നിങ്ങളൊന്ന് ബലപ്പെട്ടിരിക്കുക. കർത്താവ് അവരോട് ചോദിച്ചത്,
ഞാൻ കുറച്ച് ദിവസം മുമ്പല്ലേ ഇതുപോലൊരു മലയിൽ ഇതുപോലെ പുരുഷാരം വന്നപ്പോ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത്. എന്നിട്ട് എത്ര കൊട്ട ബാക്കിയെടുത്തായിരുന്നു? 12. ഇന്നിപ്പോ 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ചപ്പം എത്ര മിച്ചം വന്നു? 7. എന്ന് പറഞ്ഞാൽ ഞാൻ മതിയായവനല്ലേ? കർത്താവിന്റെ ദാസന്മാരെ, ഈ 2 സംഭവം തമ്മിൽ 3 ആഴ്ചത്തെ ഗ്യാപ്പേ ഉള്ളൂ. ഈ 2 സംഭവം, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതും ഈ 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിക്കുന്നതും തമ്മിൽ 3 ആഴ്ചത്തെ ഗ്യാപ്പേ ഉള്ളൂ. 3 ആഴ്ച ഇല്ല. എന്നിട്ട് പോലും ഈ ശിഷ്യന്മാര് മറന്നുപോയി. രാവിലെ കർത്താവ് വിളിച്ചു പറഞ്ഞു, നമുക്ക് ഇവർക്കെല്ലാം ഫുഡ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ അവരിങ്ങനെ കണ്ണും തല നിൽക്കുക. എവിടുന്ന് കിട്ടാനാ, എന്നാ ചെയ്യാനാന്ന് ചോദിച്ചു. അപ്പൊ എന്നാ മറവിയല്ലേ? ഇതുപോലൊരു സാഹചര്യത്തിൽ അതെങ്കിലും ഒന്ന് ഓർക്കേണ്ടതായിരുന്നു. ഇതുപോലൊരു മലയിൽ ഇതുപോലെ ശിഷ്യന്മാർ വന്നപ്പം, ജനം വന്നപ്പം കർത്താവ് അവരെ പോഷിപ്പിച്ചതൊക്കെ മറന്നുപോയി. ഇപ്പൊ അപ്പം എടുക്കാൻ മറന്നുപോയെന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുക. എന്നാ കർത്താവ് ചെയ്യുക, ഞാൻ മതിയായവനല്ലേ, ഞാൻ സർവശക്തനല്ലേ. നിങ്ങളുടെ അബദ്ധം കൊണ്ടും നിങ്ങളുടെ ഓർമ്മക്കുറവ് കൊണ്ടും നിങ്ങൾക്കുണ്ടാകുന്ന സമ്മർദ്ദം കൊണ്ട് നിങ്ങൾ എന്നെ കൊച്ചാക്കുവാണ്. മറ്റാരുടെയോ അല്പത്തെ അല്ല അപ്പത്തെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിച്ച് നിങ്ങളെ പോഷിപ്പിച്ച് മിച്ചം വരുത്തിയെങ്കിൽ ഞാൻ നിങ്ങളെ നടത്താൻ മതിയായവനല്ലേ? കർത്താവിന്റെ ദാസന്മാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇന്ന് പകൽ നമ്മുടെ ഒന്നും അല്ലല്ലോ, മറ്റാരുടെയോ അല്പത്തെ വർദ്ധിപ്പിച്ച് അനുഗ്രഹിച്ച് അതിനെ കൊണ്ട് നമ്മെ പോഷിപ്പിച്ച് നമുക്ക് മിച്ചം വരുത്തി തന്ന കർത്താവിന്റെ മുമ്പിലല്ലേ ഇന്ന് പകൽ നമ്മൾ ഇരിക്കുന്നത്. അല്ലാതെ നമ്മൾ അധ്വാനിച്ചൊന്നും അല്ലല്ലോ. ഈ കാണുന്നൊന്നും ചുറ്റുമിരിക്കുന്നൊന്നും നമ്മുടെ ഒന്നും അല്ല, കർത്താവ് തന്നതല്ലേ. ആ കർത്താവ് നമ്മെ പുലർത്താൻ മതിയായവരല്ലേ. അപ്പൊ എന്തെങ്കിലും ഓർമ്മ കുറവോ അബദ്ധമോ പറ്റിയെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഭാരപ്പെട്ട് പിന്നെ പറയുന്ന മെസ്സേജ് എല്ലാം അതിനോടുള്ള ബന്ധത്തിലാന്ന് പറഞ്ഞിരുന്നാൽ യഥാർത്ഥത്തിലുള്ള സന്ദേശം മിസ്സാണ്. കർത്താവ് പറയുന്നതല്ല മനസ്സിലാക്കുന്നത്, കർത്താവിന്റെ മനസ്സല്ല അറിയുന്നത്. ഒത്തിരി തോന്നലുകളും ചിന്തകളും അതുപോലെ സമ്മർദ്ദമാണ്. സത്യസന്ധമായ ശുശ്രൂഷ നിൽക്കുന്ന ആരുടെ മേലാ സമ്മർദ്ദം ഇല്ലാത്തത്? നല്ല സമ്മർദ്ദമുണ്ട്, നല്ല സമ്മർദ്ദം. പ്രത്യേകിച്ച് സഭാ ശുശ്രൂഷ ചെയ്യുന്നവര്. എനിക്കറിയാവുന്ന പല കർത്തദാസന്മാരും ഇങ്ങനെ ഞെരിഞ്ഞ് തളർന്നു നിൽക്കുക. ഒരു നെടുവീർപ്പ് മാത്രമേ അകത്തുന്നുള്ളൂ, കർത്താവേ ഞങ്ങളെ ഓർക്കണേ. അതും വാ തുറന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ തളർന്നു നിൽക്കുക. ഇവിടെ യേശുവിനോട് പറഞ്ഞത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന അപ്പത്തെ പറ്റിയൊന്നും അല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് ഈസ്റ്റും ബ്രെഡും ഒന്നും അല്ല വിഷയം. നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതുമല്ല. ഞാൻ പറഞ്ഞത് പരീശന്മാരുടെയും സദൂക്യന്മാരുടെയും ഉപദേശമാകുന്ന പുളിച്ചമാവ്. അപ്പൊ കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്നാണ്? ഉപദേശങ്ങളിൽ, ഡോക്ട്രിൻസിൽ, ടീച്ചിങ്ങിൽ, ദൈവവചനത്തിൽ നിങ്ങൾ ഏറ്റവും യോഗ്യമായിട്ടിരിക്കും. ശിഷ്യന്മാരോ, അവരിങ്ങനെ ഡേ ടു ഡേ ലൈഫിലെ കാര്യങ്ങൾ, ഞങ്ങൾ അത് മറന്നുപോയി, ഞങ്ങൾക്ക് ആ അബദ്ധം പറ്റി, ഞങ്ങൾ ആ പറഞ്ഞത് ശരിയായില്ല, ഇനിയിപ്പോ അതിന്റെ പേരിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് എങ്ങനെ, നാം അത് കേൾക്കുന്നത് എങ്ങനെ, നാം അത് ഗ്രഹിക്കുന്നത് എങ്ങനെ? ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. ഇത് മിക്കപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ആരുടെ? നമ്മുടെ. പിന്നെ ആശ്വസിക്കാതെ ഇത്രയേ ഉള്ളൂ, അവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. സത്യമല്ലേ ഞാൻ പറയുന്നത്? എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചും കരഞ്ഞും നെടുവേർപ്പെട്ടും കുറെ ചിന്താഗതികളും തോന്നലുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ അറിയാവുന്നതൊക്കെ വിളിച്ചു പറയുന്നു. എന്നെ എനിക്കല്ല അറിയത്തുള്ളൂ, നിങ്ങൾക്കെല്ലാം അറിയത്തുള്ളൂ. പിന്നെ കർത്താവ് കാണിക്കുന്ന ഒരു മാന്യത എന്നാണെന്നറിയാവോ? ഇതൊന്നും ആരെയും കർത്താവ് അറിയിക്കത്തില്ല. നമ്മുടെ അകത്ത വേദനയും ഞരക്കവും. അടുത്ത സംഭവം പറയാം, പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ച് നമുക്ക് നിർത്താം. അതോടെ കേൾക്കുമ്പോൾ നമുക്ക് കറക്റ്റ് പിടി കിട്ടും. പക്ഷെ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അവരുടെ ആരുടെയും കാര്യമല്ല പറയുന്നത്, നമ്മുടെ കാര്യം പറയുന്നത്. പക്ഷെ കർത്താവ് അവരെ സ്നേഹിച്ചു, ഭയങ്കരമായിട്ട് സ്നേഹിച്ചു. ഇതൊക്കെ ഇങ്ങനെയാണെങ്കിലും കർത്താവിന് അവരെ ഭയങ്കര കാര്യമാണ്. കർത്താവ് അവരെ പറ്റിയൊക്കെ പറയുന്നത് കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും.
എന്റെ പരീക്ഷകളിൽ നിങ്ങൾ മാത്രം എന്റെ കൂടെ നിന്നതെന്നൊക്കെയാണ് പറയുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ വളരെ മനോഹരമായൊരു വാക്യമുണ്ട്. വളരെ ഒരു കർത്താവ് പറയുന്ന കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പെസഹ പെരുന്നാളിന് മുമ്പ് താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. ശിഷ്യന്മാരെ എന്ത് ചെയ്തെന്ന് എഴുതിയിരിക്കുന്നത്? ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. ആ മാളിക മുറിയിൽ കർത്താവും ശിഷ്യന്മാരും കൂടെ ഒന്നിച്ചിരിക്കുമ്പോൾ നമുക്കറിയാം അവരുടെ ഒരു തർക്കം ഉണ്ടായി. അവരുടെ കൂട്ടത്തിൽ ആരാ വലിയവൻ? അപ്പൊ ശിഷ്യന്മാർക്ക് 11 പേർക്ക് ഒരു ക്ലൂ കിട്ടി. 12-ാമത്തവനെ വിട്ടാരെ അവൻ വേറൊരു ലെവലിൽ നിൽക്കുന്ന പാർട്ടിയാണ്. പുള്ളിക്ക് ഇങ്ങനെ ഈ അധികാരവും പദവിയും ഒന്നും വേണ്ട. പുള്ളിയുടെ ഇഷ്ടങ്ങൾ വേറെയാണ്, പുള്ളിയുടെ ടേസ്റ്റും എയിമും വേറെയാണ്. അപ്പം പുള്ളി ഇതിനകത്തില്ല. ഈ 11 പേരും തമ്മിലൊരു തർക്കം നടക്കുക, ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാ വലിയവൻ. അപ്പൊ അവർക്കൊരു ക്ലൂ കിട്ടി, കർത്താവിന് എന്തോ സംഭവിക്കാൻ പോകുന്നു. കർത്താവ് കുറച്ചു നാളത്തേക്കെങ്കിലും ഞങ്ങളെ വിട്ടു മാറും. കുഞ്ഞുങ്ങളെ ഇനിയും കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല. അത് പലതവണ മുമ്പ് സൂചിപ്പിച്ചു പല വാക്കുകളിൽ. അപ്പൊ അങ്ങനെ പോവുകയാണെങ്കിൽ പിന്നെ അടുത്ത ലീഡറാണ്. അത് മുന്നേ കണക്കൂട്ടി വെച്ചേക്കുക, ഇരിക്കുക. കർത്താവ് അത്താഴത്തിന് വന്നിരുന്നു. എന്നിട്ട് അവിടുന്ന് എഴുന്നേറ്റു. എന്നിട്ട് ഈ കാലുകഴുകൽ ശുശ്രൂഷ എല്ലാം നടത്തിയത്. അപ്പൊ നമ്മൾ വിചാരിക്കും ആ ഭാഗം വായിക്കുമ്പോൾ ഇവര് കാല് കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് മുമ്പുണ്ടായ തർക്കമാണ്. അല്ല, ഇതിവിടെ കൊണ്ടൊന്നും തീർന്നില്ല. ഇതൊക്കെ മുന്നോട്ട് പോയി. നമുക്കിപ്പോ ആ വാക്യം വായിക്കാം. ഈ ആദ്യത്തെ തിരുവത്താഴ ശുശ്രൂഷ ലോർഡ് സപ്പർ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പിന്നെ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി ഈ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ഇടയിൽ ഉഗ്രം തർക്കം നടന്നുകൊണ്ടിരിക്കുക. അതെങ്ങനെ പോസിബിൾ ആവുന്നത്? പുതിയ നിയമസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ശുശ്രൂഷകൾ പരമേൽപ്പിക്കുമ്പോൾ, ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങൾ കർത്താവ് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരുത്തൻ അവിടെ നിന്ന് അസ്വസ്ഥനെ. അപ്പൊ കർത്താവ് പറഞ്ഞ നീ അങ്ങ് പൊക്കോളാൻ പറഞ്ഞു. അവനത് കേട്ടത് അവൻ എഴുന്നേറ്റങ്ങ് പോയി. ബാക്കി 11 പേര് റിപ്പോർട്ട്. കർത്താവ് ഇത് പറഞ്ഞു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ലാസ്റ്റ് സപ്പർ, ആ രാത്രി പിറ്റേന്ന് പുലർച്ച കർത്താവിനെ വിസ്തരിക്കും, ക്രൂശിൽ മരിക്കും. അതിപ്രധാനമായ ആ സമയത്ത് ഇവരുടെ ഉഗ്രം തർക്കം നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ വിഷയമല്ല കേട്ടോ അതൊന്നും. നമ്മൾ പറയുന്ന ഈ മെസ്സേജിന്റെ കാര്യമാണ്. ഞാൻ ആ സന്ദർഭം ഒന്ന് വിവരിച്ചു എന്നുള്ളതേ ഉള്ളൂ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 20-ാം വാക്യം ഞാൻ വായിക്കുന്നു. വാക്യം ശ്രദ്ധിച്ചോളെ. 20. ഔവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിന് പുതിയ നിയമം ആകും. അപ്പൊ ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണേ. ഇനി 24-ാം വാക്യം വായിക്കാൻ പോവാം. അപ്പൊ ഇത് കഴിഞ്ഞിട്ടുള്ള വാക്യമാണ്. തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിലുണ്ടായി. ആ ശുശ്രൂഷ കഴിഞ്ഞപ്പോ കർത്താവും ശിഷ്യന്മാരും എല്ലാം കൂടെ ഒരു പാട്ട് പാടി അവിടെ ആ മാളിക മുറിയിൽ. അവരവിടുന്ന് ഇറങ്ങുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. അവരവിടുന്ന് ഇറങ്ങുമ്പോൾ നേരെ ഗെത്സമന തോട്ടത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന് ശ്രദ്ധിച്ച് കേൾക്കണേ. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഇതിനു മുമ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി അയച്ചിട്ടുണ്ടല്ലോ. അന്നേരം നിങ്ങൾക്ക് മടിശീല വേണ്ടായിരുന്നു, പൊക്കണം വേണ്ടായിരുന്നു, വടി വേണ്ടായിരുന്നു, 2 ഉടുപ്പ് വേണ്ടായിരുന്നു. എന്നാൽ ഇപ്പോ അതെല്ലാം എടുത്തോളൂ. നിങ്ങളുടെ പേഴ്സും നിങ്ങളുടെ ബെൽറ്റും എല്ലാം നിങ്ങൾ എടുത്തോളൂ. ഔവണ്ണം തന്നെ വാള് ഇല്ലാത്തവൻ വസ്ത്രം വിറ്റ് വാള് കൊള്ളട്ടെ എന്ന് പറഞ്ഞു. കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ വാങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്തിനാ? അങ്ങനെ ഒരു തിരുവെഴുത്ത് കിടപ്പുണ്ട്, അത് നിവൃത്തിയാക്കാൻ. അവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി എന്നുള്ളൊരു തിരുവെഴുത്ത്. അതായിരുന്നു രാവിലത്തെ സന്ദേശം. നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവെഴുത്തുകളൊന്നും വേണ്ടുമെണ്ണം മനസ്സിലാകുന്നില്ല. ദൈവത്തിന്റെ ആലോചനകൾ, സന്ദേശങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. എന്നാ കാര്യം? ഒത്തിരി സമ്മർദ്ദങ്ങൾ,
ഒത്തിരി പ്രശ്നങ്ങൾ. ഇവരാരും കള്ളന്മാരും മോശക്കാരും ഒന്നുമല്ല. അവരുടെ സാഹചര്യം കൊണ്ടൊക്കെ അങ്ങനെ ആയിപ്പോകുന്നതാ. എല്ലാം വിട്ട് കർത്താവിന്റെ പിന്നാലെ ഇറങ്ങിയവരാ. അതാ കർത്താവ് അവരെ അതുപോലെ സ്നേഹിച്ച് ഒരു കാലത്ത് ലോകം വേണ്ട, ലോകത്തിലുള്ള ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് മാറി നിന്നൊരു കൂട്ടരാണ് നമ്മൾ. അത് കർത്താവ് ഇന്ന് ഓർക്കും. അതുപോലും കൃപയാലാണ് മാറി നിന്നത്, അല്ലാതെ നമ്മുടെ ഒന്നും കൊണ്ടല്ല. എന്നും കർത്താവ് അത് ഓർക്കും. കർത്താവിന് ഇവരെ ഭയങ്കര സ്നേഹമാണ്, പൊന്ന് സ്നേഹമാണ് കർത്താവിന് ഇവരെ. ഇങ്ങനെ ഈ പ്രവചനം നിവൃത്തിയാകേണ്ടതിന് കർത്താവ് പറഞ്ഞു. അതുകൊണ്ടും തന്നെ വസ്ത്രം വിറ്റ് വാൾ കൊള്ളട്ടെ എന്ന് പറഞ്ഞു. ഇവർക്കത് പിടികിട്ടില്ല. അവരുടെ കൂട്ടത്തിൽ ആരും ഒരാൾ പറഞ്ഞു ഇവിടെ 2 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. എന്നത് വാള്. കർത്താവ് പറഞ്ഞു മതി എന്ന് പറഞ്ഞ ആ വചനം നിവൃത്തിയായി. ഇറ്റ്സ് ഫുൾഫിൽഡ്. ഇവിടെ അതിന് ഇന്ന് രാത്രി ഇവിടെ ആ വചനം നിവൃത്തിയായി. പത്രോസ് അത് കേട്ടില്ല, അവനത് മനസ്സിലായില്ല, അവനൊന്നും മനസ്സിലാകുന്നില്ല. അവൻ അതിലെ ഒരെണ്ണം എടുത്ത് ഒളിപ്പിച്ചു, ഒരു വാളെടുത്ത് അവൻ അരയിൽ വെച്ചു. എന്നിട്ട് അതും കൊണ്ട് കർത്താവിന്റെ കൂടെ നടക്കുക. കർത്താവ് പറഞ്ഞതെന്ത്, ഇവൻ കേട്ടതെന്ത്, വചനം ഗ്രഹിക്കുന്നത് എങ്ങനെ, ശുശ്രൂഷിക്കുന്നത് എങ്ങനെ, ദൈവസന്നിധിയിൽ നിൽക്കുന്നത് എങ്ങനെ, എന്താ കാര്യം. പല വിധത്തിലുള്ള കുറവുകളും പോരായ്മകളും ഒക്കെ ജീവിതത്തിലുണ്ടാകും. അതിന്റെ കുറ്റബോധം വല്ലാതെ തളർത്തുന്നു. കുറ്റബോധം എന്ന് പറയുമ്പോൾ ഹീനമായ പാപത്തിന്റെ ഒന്നുമല്ല, കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരു വലിയ ദൈവദാസൻ എന്നോട് പറഞ്ഞത്, എന്റെ പൊന്നു സാറേ, ഒരു ഫോൺ കോൾ വന്നാൽ ഞാൻ അങ്ങ് തളർന്നു പോകുന്ന പാവം. അപ്പൊ എത്രയോ കരുത്തന്മാർ നിൽക്കുന്നു, 1000 ഫോൺ കോൾ ഒന്നിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുന്നവർ. അവരെയൊക്കെ നമുക്ക് വിട്ടേക്കാം, നമ്മുടെ കാര്യം നോക്കിയാൽ മതിയല്ലോ. ഗെത്സമന തോട്ടത്തിൽ കർത്താവ് നെടുമ്പാട് വീണ് പ്രാർത്ഥിക്കുമ്പോ പത്രോസ് അരയിൽ വാളും വെച്ചോണ്ടായിരുന്നു ഉറങ്ങുന്നത്. എന്ത് ശുശ്രൂഷ, ഇത് തമ്മിൽ എന്ത് ബന്ധം, ഇതെങ്ങനെ ശരിയാകുന്നത്? കാര്യങ്ങൾ ഗ്രഹിക്കാതെ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് എങ്ങനെ ശരിയാകും? കർത്താവ് പ്രാർത്ഥിച്ചിട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ, തോട്ടത്തിന്റെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്ന പോലെ അവനെ പിടിപ്പാൻ വലിയൊരു സമൂഹം അവിടെ വന്നു നിൽപ്പുണ്ട്. കർത്താവിന്റെ പേർക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുന്നുണ്ട് ഈ 11 പേർക്ക് വേണ്ടിയിട്ട്. അതൊക്കെ കേട്ടാൽ നമ്മുടെ കണ്ണു നിറയും. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഈ ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട് ഈ പട്ടാളക്കാരെല്ലാം കൂടെ വന്നു. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അയച്ച റോമൻ പടയാളികൾ വന്നു. ഞാൻ ഇടയ്ക്ക് പറയാറുള്ള പോലെ 600 പേരുണ്ട്. ഏത് പിടിക്കാൻ വന്നേ, മാറുകൊണ്ട് അടിച്ചത് വേറെ ഉണ്ടാകുന്നു. ഇതെല്ലാം ബൈബിളിൽ എഴുതിയിരിക്കുന്ന 600 പട്ടാളക്കാർ വന്നു. മലയാളം ബൈബിളിൽ 600 എന്ന വാക്ക് എഴുതിയിട്ടില്ല, പക്ഷെ ഇംഗ്ലീഷ് ബൈബിളിലുണ്ട്. ആൻഡ് ദ റോമൻ കൊഹോർട്ട് എന്ന് പറഞ്ഞാൽ 600, ലീജിയൻ എന്ന് പറഞ്ഞാൽ 6000. എന്തിനാ ഇത്രയും പേരെ പറഞ്ഞു വിട്ടെ? ഈ വന്നവർക്ക് തന്നെ അറിയാം കർത്താവിനെ പിടിക്കാനൊന്നും പറ്റത്തില്ല. എങ്ങനെ പിടിക്കാനാ? മനുഷ്യൻ വിചാരിച്ചാൽ പിടിക്കാൻ പറ്റും. അവനെ ഏൽപ്പിച്ചു തന്നാലേ പിടിക്കാൻ പറ്റത്തുള്ളൂ. അത് ഈ വന്നവർക്കറിയാം. ഇതിനു മുമ്പ് പലതവണ ഇതുപോലെ പിടിക്കാൻ വിട്ടിട്ടുള്ളതാണ് പട്ടാളക്കാരെ. പോയ പാർട്ടികളൊക്കെ മാനസാന്തരപ്പെട്ടാണെന്ന് മഹാപുരോഹിതന്മാർ കയറി ചൂടായതാണ്. ഒരിക്കലും ഒരു ടീമിനെ പറഞ്ഞു വിട്ടു പട്ടാളക്കാരെ, പോയി പിടിച്ചോണ്ട് വരാൻ. അവർ തിരിച്ചു വന്ന് പറഞ്ഞ വാക്കറിയാമല്ലോ. ആ മനുഷ്യൻ സംസാരിക്കുന്ന പോലെ ഇന്ന് വരെ ആരും സംസാരിച്ച് ഞങ്ങൾ കേട്ടിട്ടില്ലെന്ന്. പിടിക്കാൻ പോയതാണ്. അവിടെ പോയിരുന്ന മെസ്സേജ് കേട്ട് മാനസാന്തരപ്പെട്ടു. എന്നിട്ട് വന്ന് സാക്ഷ്യം പറയുക, ആ മനുഷ്യൻ സംസാരിക്കുന്ന പോലെ ആരും ഇന്ന് വരെ സംസാരിച്ച് കേട്ടിട്ടില്ല. അപ്പൊ വേണ്ട ഒരുക്കങ്ങൾ സന്നാഹങ്ങളോട് കൂടിയാ വന്നേക്കുന്നത്. 600 പേരുണ്ട്. തീപ്പട്ടി പന്തങ്ങളുണ്ട്, വടിയുണ്ട്, വാളുണ്ട്, എല്ലാം ഉണ്ട്. പന്തമൊക്കെ കത്തിച്ച് പിടിച്ച് വന്ന് നിൽക്കുക. മുന്നേ ഇസ്കരിയോത്ത യൂദായിലോട്ട് യേശു മുന്നോട്ട് ഇറങ്ങി ചെന്നു. കർത്താവിനറിയാം എന്നെ പിടിക്കും. ഈ 11 പേരും ചെതറി ഓടും. അതിൽ പോലെ ഒരു നാണക്കേടില്ല. കാരണം തിരുവഴുത്തിൽ അങ്ങനെ എഴുതിയിട്ടേക്കുക, പ്രവചനം നിവൃത്തിയാകണം. ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചെതറും. അത് ഈ അന്യജാതിക്കാരുടെ മുമ്പിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ അതൊരു വലിയ ക്ഷീണമാണ്. സക്കരിയാവ് വിളിച്ചു പറഞ്ഞ പ്രവചനം ദൈവം മുന്നവേ എഴുതി വെച്ചിരിക്കുന്നത് നിവൃത്തിയാകണം.
കർത്താവ് തന്റെ ശിഷ്യന്മാരെ ഇവിടെ രക്ഷിക്കുന്നുണ്ട്, മാന്യമായിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും. നമ്മുടെ മിടുക്കല്ല, നമ്മുടെ കഴിവല്ല, അനുദിനം കർത്താവിന്റെ കൃപയാൽ മാത്രമാണ് നാം ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ബലഹീനതകളെല്ലാം അവനെ എടുത്തു. നാം പൊടിയെന്ന് അവൻ ഓർക്കും. ഓരോ ദിവസവും അപ്പനും മക്കളോട് കരുണ തോന്നുന്ന പോലെ ദൈവത്തിന് നമ്മളോട് കരുണ തോന്നും. ആകയാൽ ശുശ്രൂഷയിൽ നിൽക്കുന്നവർ നിശ്ചയമായിട്ട് പറയണം, ഞങ്ങളുടെ മിടുക്കല്ല, ഞങ്ങളുടെ കഴിവല്ല, നാം ആകുന്നത് ദൈവകൃപയാൽ മാത്രമാകും. സത്യസന്ധമായിട്ടൊന്ന് ചിന്തിച്ച്, എന്തെല്ലാം അബദ്ധങ്ങൾ, എന്തെല്ലാം കുറവുകൾ, എന്തെല്ലാം പോരായ്മകൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ. ഈ പറഞ്ഞ പോലെ അപ്പം എടുക്കാൻ മറന്നുപോയി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സംഭവം കേട്ടു. എൻ്റെ ഒരു സ്നേഹിതൻ പാസ്റ്റർ, ഒത്തിരി സീനിയറാണ്, ഇവിടെ അടുത്തൊരു വലിയ ചർച്ചിൽ സഭാചാരം നടത്തും. ഈ ലോക്ക്ഡൌണിന് മുമ്പാണേ, സമയം നോക്കോട്ടെ, ഓക്കെ, ആദ്യത്തെ സഭായോഗം, വലിയ ചർച്ച, ആദ്യത്തെ സഭായോഗം. ഈ കർത്തദാസിന് നല്ല ടെൻഷനുമുണ്ട്, വലിയ ചർച്ച. അപ്പൊ അന്ന് കർത്തൃമേശയുണ്ട്. സഭായോഗം പ്രാർത്ഥിച്ചു തുടങ്ങി. പുള്ളി ഇങ്ങനെ സ്തോത്രം ചെയ്തിരിക്കുക തുടങ്ങി. ഇങ്ങനെ ജനമൊക്കെ വന്നു വരുന്നു, കയറിയിരിക്കുന്നു. അമ്മാമ്മ മേളിൽ പാഴ്സനേജിലാണ്, മേളിലാണ് പാഴ്സനേജ്. പുള്ളിക്ക് ഒരല്പം ടെൻഷനുമുണ്ട്. കർത്തൃമേശ അവിടെ എല്ലാ ആഴ്ചയുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരുന്നപ്പോഴാണ് അറിഞ്ഞത് ടിഷ്യൂ പേപ്പർ എടുക്കാൻ മറന്നു. മേളിൽ പാഴ്സനേജ് ഇരിക്കുക. പുള്ളി മേളിൽ ചെന്ന് ടിഷ്യൂ പേപ്പർ എടുക്കാൻ വേണ്ടി പാഴ്സനേജ് ചെന്നു. അകത്ത മുറിയിൽ എങ്ങാണ്ട് തപ്പിക്കൊണ്ടിരുന്നപ്പോ അപ്പൊ അമ്മാമ്മയ്ക്ക് അറിയാം, അച്ഛൻ നേരത്തെ പാസ്റ്റർ വന്ന് താഴെ പ്രാർത്ഥിച്ചു തുടങ്ങി എന്നുള്ളതറിയാം. അമ്മാമ്മ ഏതോ റൂമിൽ നിന്ന് വെളിയിലിറങ്ങി പാഴ്സനേജ് എന്ന് കുറ്റിയിട്ടു വെളിയിൽ. എന്നിട്ട് വന്ന് ഹാളിൽ വന്ന് പുറകെ വന്നിരുന്നു. അപ്പൊ അച്ഛൻ അവിടെ ഉണ്ട്, മേശയുടെ പുറകെ ഇരിക്കൊണ്ട് കാണത്തില്ല. എല്ലാവരും സ്വത്രം ചെയ്തോണ്ടിരിക്കുക. ഈ പാവം പാസ്റ്റർ ആ മേളത്തെ മുറി കിടന്നുകൊണ്ട് ആരുടെയും ഫോണുണ്ടോ, എല്ലാം സൈലന്റിലല്ലേ, ആരെ വിളിച്ചാലാ കേൾക്കുന്നത്. അദ്ദേഹത്തിന്റെ ടെൻഷൻ എന്നോട് പറഞ്ഞിട്ട് ചിരിക്കണോ കരയണോ എന്നറിയാൻ മേലാതെ സഭായോഗം പ്രാർത്ഥിച്ചു തുടങ്ങാൻ വേണ്ടി പാസ്റ്റർ സ്വോത്രം ചെയ്ത് തുടങ്ങിയതാ. ഇടയ്ക്ക് ടിഷ്യൂ പേപ്പർ എടുക്കാൻ പോയതാ. അമ്മാമ്മ വെളിയിൽ നിന്ന് കുറ്റിയിട്ടു. എങ്ങനെ ഇറങ്ങി വരും, സഭായോഗം എങ്ങനെ നടക്കും, എത്ര നേരം സ്വോത്രം ചെയ്യും. ആ പാഴ്സനേജ് ഹോള് റോഡിനോട് ചേർന്നായിരിക്കുന്നത്. വഴിയെ പോകുന്ന ഒരാളെ മേളിൽ നിന്ന് ഉറക്കെ വിളിച്ച് കൈകൊട്ടി വിളിച്ച് വന്ന് തുറപ്പിച്ച് ചെന്നപ്പോഴത്തേക്കും കൊയറ് പാട്ട് പാടി തുടങ്ങിയായിരുന്നു. ആ കൊയറുള്ളവർ കണ്ട് പാസ്റ്റർ മേളിലോട്ട് കയറി പോകുന്നത്. വരാൻ വൈകിയത് കൊണ്ട് അവര് പാട്ട് പാടി തുടങ്ങി. ആട്ടെ രക്ഷപ്പെട്ടു. പക്ഷെ അദ്ദേഹം പറഞ്ഞത് അന്നത്തെ ദിവസം ശുശ്രൂഷിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. ചെറിയ ചെറിയ ഇതെല്ലാം അതിനോട് സംഭവിക്കുന്നതാണ്. പാട്ടെ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞതിനാണ് ഈ അബദ്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് വലിയ പാപമാണെന്നൊന്നും അല്ല പറയുന്നത്, ചെറിയ ചെറിയ കാര്യം. അപ്പൊ തന്നെ ഗൗരവമുള്ളത് കണ്ടേക്കാം, പക്ഷെ അതൊക്കെ നമ്മുടെ ജീവിതത്തെ ബാധിക്കും. പലപ്പോഴും ദൈവത്തിന്റെ വചനം വീണ്ടും വണ്ണം മനസ്സിലാകുന്നില്ല. പ്രാർത്ഥിക്കാനോ ശുശ്രൂഷിക്കാനോ ഒന്നും ദൈവം ആഗ്രഹിക്കുന്ന പോലെ പറ്റുന്നില്ല. മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന പോലൊക്കെ അതിനേക്കാളും കൂടുതൽ ചിലപ്പോൾ അവർക്ക് തോന്നിയേക്കാം. ദൈവം ആഗ്രഹിക്കുന്ന പോലൊന്നും വളരാൻ പറ്റുന്നില്ല. അതിന്റെ ഒരു പ്രയാസം നമ്മുടെ ഉള്ളിലുണ്ട്. ഈ പട്ടാളക്കാർ വന്ന് നിരന്നു നിന്നു. യേശു അങ്ങോട്ട് എന്ന് ചോദിച്ചു, നിങ്ങൾ ആരെയാ തരയുന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, നസറായനായ യേശു ഞാൻ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ഞാൻ ആകുന്നു എന്ന് പറഞ്ഞു. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഐ ആം, ഞാൻ ആകുന്നു, ദ ഗ്രേറ്റ് ഐ ആം. മുൾപ്പടർപ്പിൽ മോശയോട് പറഞ്ഞ ഞാൻ ആകുന്നു എന്ന് പറഞ്ഞു. ഞാൻ ആകുന്നവൻ, ഞാൻ ആകുന്നു എന്നുള്ള ആ വാക്ക് അത് കേൾക്കുകയും അവര് മുഴുവൻ മറിഞ്ഞ് നിലത്ത് വീണു. 600 പേര് നിലത്ത് വീണു. ഇസ്കരിയോത്ത യൂദ ഉൾപ്പെടെ. യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. അതെങ്ങനെ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടിട്ട് അവര് മറിഞ്ഞ് നിലത്ത് വീണു. അവിടെ ദുരുവത്തിൽ തപ്പിത്തടഞ്ഞ് എഴുന്നേറ്റതോടെ അവരുടെ പരിപാടി നിർത്തും. അവർക്ക് മനസ്സിലായി പിടിക്കാൻ പറ്റത്തില്ല. അവിടെ യേശു പിന്നെയും ചോദിച്ചു, ആരെയാ തെരയുന്നേ? അപ്പൊ അവര് ശബ്ദമൊക്കെ കുറച്ച് മാന്യമായിട്ട് പറഞ്ഞു, നസറേനായ യേശുവിനെയാ. കർത്താവ് പറഞ്ഞു, എന്നെയാ തെരയുന്നെങ്കിൽ
ഇവർ പൊക്കോട്ടെ, ഈ 11 പേരെ വിട്ടേക്കാൻ പറഞ്ഞു. ഓ, എത്ര മാന്യമായിട്ട് ഈ 11 പേരെ പറഞ്ഞു വിട്ടത്. നിങ്ങൾ പൊക്കോ മക്കളെ എന്ന് പറഞ്ഞു. നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. തിരുവഴുത്ത് നിവൃത്തിയാകും. അത് കേട്ടതേ അവർ ചെതറി ഓടി. മത്തായി എഴുതിയിട്ടുണ്ട്, അവർ 4 പാടും ചെതറി ഓടി എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഓടുന്നതിന് മുമ്പ് പത്രോസ് ആ വാളെടുത്ത് മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ ചെവി അറുത്ത് കളഞ്ഞു, എന്നിട്ട് ഓടിക്കളഞ്ഞു. ഒന്ന് കേട്ടേ, പത്രോസ് എന്നാ ചെയ്തേ? വാളും കൊണ്ട് വെട്ടി ചെവി അറുത്തിട്ട് ഓടിക്കളഞ്ഞു. ഇതാണോ ശുശ്രൂഷ? പലപ്പോഴും ചെയ്യുന്നത് ഇതാ. നമ്മൾ വെട്ടിമുറിയും, ഇറങ്ങി ഓടും. ഒന്ന് സത്യസന്ധമായിട്ട് ചിന്തിച്ചു നോക്ക്. നമ്മൾ പറയുന്ന പല മെസ്സേജുകളും ജനം കേൾക്കുന്നതെങ്കിൽ ഇങ്ങനെ വെട്ടിമുറിച്ച് പീസാക്കി ഇട്ടിട്ട് ബാക്കി കൊടുത്തോണ്ട് ഇറങ്ങി ഓടിപ്പോവാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പല മീറ്റിംഗ് കഴിഞ്ഞപ്പോഴും ഞാൻ കരഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട്. എൻ്റെ കർത്താവേ, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് വല്ലതും പറഞ്ഞു പോയെങ്കിൽ പരിശുദ്ധാത്മാവേ, നീ ആ മുറിവുകളെ ഉണക്കി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സത്യസന്ധമായിട്ട് ഇത് രാവിലെ ഒന്ന് ചിന്തിച്ചു നോക്കി. ഈ പത്രോസ് ചെയ്യുന്ന പോലെ പലരും ചെയ്യുന്നത്. വെട്ടിമുറിച്ചിട്ടിട്ട് ഇറങ്ങി ഓടും. പിന്നെ കർത്താവാണ് അതെല്ലാം തൊട്ട് സൗഖ്യമാക്കി സന്തോഷത്തോടും ബലത്തോടും ആശ്വാസത്തോടും നിർത്തുന്നത്. ഇതിങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവും? പത്രോസ്, മറ്റ് ശിഷ്യന്മാർ, നമ്മൾ പറഞ്ഞുതരാം, നിർത്താം, പാട്ടൊക്കെ പാടി നമുക്ക് നിർത്താം. നമ്മെ വേലയ്ക്ക് വിളിച്ചൊരു കർത്താവുണ്ട്. അവനാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഈ തികവും ഇതിന്റെ പരിപൂർണതയും എവിടെ വരും? മുമ്പ് ഞാൻ പറഞ്ഞ പോലെ അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു. നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. നമ്മുടെ സകല വ്യാധികളെയും സകല കേടുകളെയും അവൻ തന്റെ ദേഹത്തിൽ എടുത്തു, തന്റെ ശരീരത്തിൽ. പത്രോസ് മിടുക്കനാകാൻ, യോഹന്നാൻ മാന്യനാകാൻ, ജ്ഞാനം ശുശ്രൂഷയിൽ യോഗ്യമായി നിൽപ്പാൻ, കർത്താവിന്റെ ദാസന്മാരെ നിങ്ങളും ഏറ്റവും യോഗ്യമായി നിൽക്കേണ്ടതിന് അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു. തന്റെ ശരീരത്തിൽ ക്രൂശിന്റെ മുകളിൽ കയറി നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ നമ്മുടെ പാപങ്ങളെ തന്റെ ശരീരത്തിൽ ചുമന്നുകൊണ്ട് ക്രൂശിന്റെ മുകളിൽ കയറി. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചു. കൊൽക്കത്തായുടെ മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൂശൻ കർത്താവിനെ ഉയർത്തി നിർത്തുമ്പോൾ ഈ 11 പേരപ്പുറത്ത് മാറി നിൽപ്പുണ്ട്. കണ്ടാ സങ്കടം തോന്നും. കാണണേ, എന്നാലേ നമുക്കത് മനസ്സിലാക്കും. ഇവിടെ അടുത്തൊന്നുമില്ല, ദൂരെ മാറി നിൽപ്പുണ്ട് 11 പേര്. കഷ്ടം തോന്നും. സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. 12 പേരായിരുന്നു, ഒരുത്തൻ തൂങ്ങിച്ചെത്തു. ഇപ്പൊ അറിഞ്ഞതേ ഉള്ളൂ. ബാക്കി 11 നിൽപ്പുണ്ട്. അതിൽ പ്രധാനി വീണുപോയി. അവൻ ഈ മണിക്കൂറുകൾക്ക് മുമ്പ് കർത്താവിനെ പച്ചയ്ക്ക് പരസ്യമായിട്ട് തള്ളി പറഞ്ഞിട്ടൊന്നുമില്ല. ഇനി ഒരു 10 നിൽപ്പുണ്ട്. അതും ഈ പത്രോസിന്റെ പാത തന്നെ പിന്തുടരും. സങ്കടം തോന്നും, പേടിച്ച് നിൽക്കുക, തീർത്തും നിരാശരായി നിൽക്കുക. പക്ഷെ കർത്താവ് അവരെ പണിതെടുക്കേണ്ടതിന് അവർക്ക് വേണ്ടിയാണ് മരിക്കുന്നത്. അവരുടെ ബലഹീനതകളെ, കുറവുകളെ അവനിവിടെ ഏറ്റെടുക്കുക. ക്രൂശില അതിന്റെ പരിപൂർണത വരുന്നത്. എന്റെ സാക്ഷ്യം ഞാൻ 2 മിനിറ്റിൽ പറഞ്ഞ് പ്രാർത്ഥിച്ചു നിർത്താം. സാക്ഷ്യം എന്ന് പറഞ്ഞാൽ മറ്റേ ആ സാക്ഷ്യമല്ല. ഞാനത് ഒരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ദർശനം പോലത്തെ ഒരു സംഭവം പറഞ്ഞു നിർത്താം. നിങ്ങളെ പോലെ ഞാനും ഈ ലോകത്തിൽ പിറന്നു, ഇരുൾ നിറഞ്ഞ ലോകത്തിൽ. അതിന് വിളിച്ചിരുന്ന പേര് മരണനിഴലിൻ താഴ്വര. അവിടെ ഞാനും നിങ്ങളൊക്കെ ജനിച്ചത്. തലയ്ക്ക് മീതെ മരണമുണ്ട്, മൊത്തം ഇരുട്ട. അങ്ങനെ ആ പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഇന്നേക്ക് 52 വർഷം മുമ്പ് ഈ മരണനിഴലിൻ താഴ്വരയിൽ അന്ധകാരത്തിൽ ഞാനും പിറന്നു, വളർന്നു, പിച്ച വെച്ച് വളർന്നു. മൊത്തം ഇരുട്ട. പക്ഷെ കാണാം. യൗവനകാലം എത്തിയപ്പോ, വളർന്നു വന്നപ്പോ കണ്ടു, ഇരുട്ടിൽ എല്ലാം ഇരുട്ടല്ല. അവിടെ ഇവിടെയൊക്കെ മിന്നാമിനുങ്ങളുണ്ട്. തിളങ്ങുന്ന പലതും ലോകത്തിലുണ്ട്. പിടിക്കണമെന്നുള്ള ആഗ്രഹം തോന്നി. ഒത്തിരി പരിശ്രമിച്ചു.
2-3 കൈ കിട്ടി. പക്ഷെ കൈ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവിടെ കണ്ട തിളക്കം കയ്യിൽ വന്നപ്പോ ഇല്ല. മാത്രമല്ല ഇതിനൊക്കെ അല്പ ആയുസേ ഉള്ളൂ. എല്ലാവരും പിടിക്കുക. കാരണം തലയ്ക്ക് മീതെ മരണം നിൽക്കുവാണല്ലോ. പിന്നെ ചെയ്യാവുന്നതൊക്കെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പിറന്നു പോയില്ലേ, ജീവിക്കണ്ടേ. അങ്ങനെ ഈ മരണനിഴലിൽ താഴ്വരയിൽ കൂടെ യാത്ര ചെയ്ത് വരവേ ഞാനൊരു കുന്നിന്റെ മുകളിലെത്തി. എന്റെ 33-ാമത്തെ വയസ്സിൽ ആ കുന്നിന്റെ മുകളിൽ വെളിച്ചം കുറവാണ്. നോക്കിയപ്പോൾ ഒരു മരത്തെ ക്രൂശിൽ ഒരാൾ തൂങ്ങിക്കിടക്കുന്നത് കണ്ടു. ഒരല്പം അടുത്തോട്ട് ചെന്ന് നോക്കാനുള്ളൊരു ദൈവകൃപ ഉണ്ടായതുകൊണ്ട് അടുത്തിരുന്ന് നോക്കിയപ്പോ ദേഹം മുഴുവൻ മുറിവാ. ഇതാരാ? ഇതെന്താ ഇങ്ങനെ തൂങ്ങിക്കിടക്കണേ? അന്നെന്റെ അന്തരാത്മാവിൽ ഞാനൊരു ശബ്ദം കേട്ടു, ഇത് നിന്നെ ഏറ്റവും സ്നേഹിച്ച ആളാ. ഈ മുറിവെല്ലാം നിന്റെ നിമിത്തം ഉണ്ടായതാ. നീ ജീവിക്കേണ്ടതിന് മരിക്കുന്ന യേശുക്രിസ്തു. അവിടെ എന്റെ ജീവിതം മാറി. എന്റെ ഇരുൾ മാറി വെളിച്ചമുണ്ടായി. എന്റെ മരണം മാറി എനിക്ക് ജീവനുണ്ടായി. അന്ന് മുതൽ ഒരു പുതിയ മനുഷ്യനായി. കർത്താവിന്റെ ദാസന്മാരെ, നിങ്ങളും ഞാനും ഒക്കെ. പിന്നെ അങ്ങോട്ടുള്ള ജീവിതം വളരെ അനുഗ്രഹമായിരുന്നു. വളരെ അനുഗ്രഹം. എന്നും വെളിച്ചമുണ്ടായിരുന്നു. കാരണം ക്രൂശിൽ ക്രിസ്തു ജയോത്സവമാണ് ഉണ്ടായിരുന്നത്. അവിടെ മുതൽ ജീവനുണ്ടായി. അവിടെ മുതൽ വെളിച്ചമുണ്ടായി. പക്ഷേ ഈ പറഞ്ഞ പോലുള്ള കുറവുകളും പോരായ്മകളും ഉണ്ടാകുന്നെങ്കിൽ 33-ാമത്തെ വയസ്സിൽ തുടങ്ങിയ യാത്ര ഇന്ന് 52 വയസ്സായിരിക്കും. നിങ്ങൾ പലരെയും വെച്ച് നോക്കുമ്പോൾ എത്ര ചെറുപ്പമാണ് ഞാൻ. പക്ഷേ എനിക്കറിയാവുന്നൊരു കാര്യമുണ്ട്, അവിടെ എന്റെ ജീവിതം മാറി. ഈ മുന്നോട്ടുള്ള യാത്രയിൽ കുറവും പോരായ്മയും പ്രയാസങ്ങളും ഉണ്ടായി എന്നെനിക്ക് തോന്നുമ്പോ ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്നെ മാറ്റിയ, എന്റെ ജീവിതത്തിൽ സമൂലമായ മാറ്റം വരുത്തിയ ആ ഒരു സ്ഥലം, അവിടെ എന്റെ ജീവിതത്തിൽ വെളിച്ചം വന്നത്, ജീവൻ വന്നത്. എന്തെങ്കിലുമൊക്കെ പ്രയാസം വരുമ്പോൾ ഞാൻ ചെയ്യുന്നത്, ഞാൻ ആത്മാവിൽ എനിക്കറിയാവുന്ന പോലെ ഞാൻ ഓടി അവിടെ ചെല്ലും. ആ ക്രൂശിന്റെ ചുവട്ടിൽ അവിടെ ആ മാറ്റം. എന്റെ പൊന്നു കർത്താവേ, എന്നെ ഓർക്കണം. എന്റെ ബലഹീനതകളെല്ലാം അങ്ങ് എടുത്തു. എന്നെ പണിതെടുക്കാൻ വേണ്ടി യാഗമായി തീർന്നവനെ എന്നെ ഓർക്കണം. അവിടെ ആ മാറ്റം, ആ ക്രൂശിന്റെ ചുവട്ടിൽ. ഞാനിത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ, നിർത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കർത്താവിന്റെ ദാസന്മാരെ, അവിടെ വരണം. എല്ലാം പുതുതായിത്തീരും. കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ വളരാൻ നമുക്ക് പറ്റും. ഈ ഗൊൽഗൊഥായുടെ മുകളിൽ അന്ന് നടന്നൊരു സംഭവം കൂടെ പറഞ്ഞു നിർത്താം. കൊച്ചു സംഭവം. എന്തോരം ജനമുണ്ടെന്നറിയാം ഗൊൽഗൊഥായുടെ മുകളിൽ. അന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്, കാണാൻ കൂടി വന്ന പുരുഷാരം, മൾട്ടിറ്റ്യൂഡ്സ്. 400-500 പേര് കാണാം. കോട്ടയം 200 പേര് മിനിമം ഉണ്ട്. ഒത്തിരി സ്ത്രീകൾ മാറി നിൽപ്പുണ്ട്. അവര് നിലവിളിച്ച് കരയുന്നുണ്ട്. എന്തിനാ കരയുന്നെന്ന് അവർക്കും അറിയത്തില്ല. പട്ടാളക്കാർ ഇപ്പുറം നിൽപ്പുണ്ട്. ശതാധിപനുണ്ട്, പട്ടാളക്കാരുണ്ട്, മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവിടെ മാറി നിൽപ്പുണ്ട്. ഒന്നിച്ച് നിൽക്കുക. നമ്മൾ പറയാനുള്ള സൗകര്യത്തിന് പറയുന്നു. 2 കള്ളന്മാർ, അതുമായിട്ട് ബന്ധപ്പെട്ട പലരും. ഗൊൽഗൊഥായുടെ സൈഡിൽ കൂടെ റോഡ് പോകുന്നുണ്ട്, ഒരു വഴി. അതിൽ നടന്നു പോകുന്നവരുണ്ട്, ഒരുപാട് ജനമുണ്ട്. കർത്താവിന്റെ ദാസന്മാർ വായിച്ചിട്ടുണ്ടല്ലോ, അതുവഴി പോകുന്നവർ തലകുലുക്കി അവരെ നിന്ദിച്ചു. ഇവരുടെ എല്ലാം മധ്യത്തിൽ കർത്താവ് ഈ ക്രൂശിന്മേൽ അവനെ ഉയർത്തി നിർത്തി. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെയാണ് എല്ലാത്തിന്റെയും പരിഹാരം കിടക്കുന്നത്. എല്ലാ കുറവുകളും എല്ലാ പോരായ്മകളും നികത്തി നമ്മുടെ ഉള്ളിൽ വെളിച്ചവും പരിപൂർണതയും പെർഫെക്ഷൻ മിനിസ്ട്രിയിൽ വരുന്നത് ഈ കർത്താവിന്റെ ക്രൂശിങ്കൽ വന്ന്, എന്റെ അപ്പ, നീ എനിക്ക് വേണ്ടി എല്ലാം ചെയ്ത് തീർത്തല്ലോ,
അതിനാൽ എനിക്ക് രക്ഷപ്പെടാമല്ലോ, അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ആകാമല്ലോ എന്ന് പറഞ്ഞ് സമർപ്പിക്കുമ്പോഴാണ് അതിന്റെ പരിപൂർണത വരുന്നത്. കർത്താവ് ക്രൂശിൽ മരിക്കുമ്പോൾ ഈ ക്രൂശിന്റെ നേരെ മുമ്പിൽ ഒരു മനുഷ്യൻ നിൽപ്പുണ്ട്. ശതാധിപൻ. 12 മണിക്ക് സൂര്യൻ ഇരുണ്ട് പോയി, പിന്നെ വെളിച്ചം കുറവാ. ഈ മനുഷ്യൻ ഇതിന്റെ നേരെ മുമ്പിൽ നിൽപ്പുണ്ട്. ഇവന്റെ മനസ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഇവന്റെ പണി ഇതാ. ഇവന് വല്ല മനസ്സരിവുള്ളവനാണോ? കല്ല് പോലത്തെ മനസ്സ്. ഇങ്ങനെ മനുഷ്യരെ ക്രൂരമായിട്ട് കൊല്ലുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ഒരാള് ഒരു തവണയോ മിക്ക ദിവസങ്ങളും അവന് ഇതുവല്ല ഒരു വിഷയമാണ്. അവന് മനസാക്ഷിയുണ്ടോ? അവന് മനസ്സലിവുണ്ടോ? കല്ല് പോലത്തെ മനസ്സായിരിക്കും, കല്ല് പോലത്തെ. അവിടെ നടക്കുന്ന രംഗങ്ങൾ താഴോട്ട് വായിച്ചാൽ അറിയാം. അതൊക്കെ ചെയ്യുന്ന പട്ടാളക്കാർ, അതിന് നേതൃത്വം കൊടുക്കുന്നവൻ എത്ര നിഷ്ഠൂരനും ക്രൂരനുമായിരിക്കും. അവനിതിന്റെ നേരെ മുമ്പിൽ നിൽപ്പുണ്ട്. നേരെ മുമ്പിൽ അവനാ ഇതിന്റെ ചാർജ് മുഴുവൻ, ഇതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ. അവനിതിന് സാക്ഷിയായി അവനിത് കണ്ടുകൊണ്ട് നിൽക്കുക, അവന്റെ ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട്. അവൻ അങ്ങനെ നിൽക്കയിൽ കർത്താവ് ഉറക്ക നിലവിളിച്ച് തന്റെ പ്രാണനെ വിട്ടു. പെട്ടെന്ന് ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, മന്ദിരത്തിലെ തിരശ്ശീല മേൽത്തൊട്ട് അടിയോളം ചുറ്റിപ്പോയി, കല്ലറകൾ തുറന്നു. ഈ മനുഷ്യൻ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴേ അവന്റെ അകത്തൊരു വെളിച്ചമുണ്ടായി, ഒരു വെളിപ്പാട്, ദൈവസാന്നിധ്യം. ക്രൂശിനോട് അടുക്കുമ്പം ഏത് നിഷ്ഠൂരനും, ഏത് ക്രൂരനും, ഏത് കല്ല് പോലുള്ളൊരു മനുഷ്യനും ദൈവസാന്നിധ്യത്താൻ പിടിക്കപ്പെടും. അതെങ്ങനെ? ഇവിടെ ആരെങ്കിലും പ്രസംഗിച്ചോ? ഇവിടെ ആരെങ്കിലും പ്രവചിച്ചോ? ഇവിടെ എന്താ ഉണ്ടായത്? ഒന്നുമില്ല. ഈ ക്രൂശിന്റെ അടുക്കൽ വന്ന് അതിലേക്കൊന്ന് നോക്കാങ്ങിയുണ്ടല്ലോ. ദൈവത്തിന്റെ ആ വെളിച്ചം, ആ ദൈവ സാന്നിധ്യം, ആ വെളിപ്പാട്, അതിനാൽ നാം പിടിക്കപ്പെടും. ഈ മനുഷ്യൻ ഇതിൽ നിന്ന് കണ്ടു. അതൊന്ന് കണ്ടിട്ടേ അവനങ്ങ് തകർന്നു. എന്നിട്ടേ ഈ പുരുഷാരം എല്ലാം ഇവിടെ നിൽക്കേ, ആ രംഗം ഒന്ന് കാണണേ, എന്നാലേ ഇതിന്റെ ഗൗരവം അറിയത്തുള്ളൂ. ഇരുട്ടായപ്പോഴേ നിലവിളിയൊക്കെ കൂടി, ആർക്കും ഒന്നും അറിയത്തില്ല. അതിന്റെ മധ്യത്തിൽ ശാപവാക്കുകൾ പറയുന്നവരുണ്ട്, നിന്ദിക്കുന്നവരുണ്ട്, പുച്ഛിക്കുന്നവരുണ്ട്. സുവിശേഷകൻ എഴുതിയിരിക്കുന്ന എങ്ങനെയാണെന്നറിയാവോ? കർത്താവ് മരിച്ചു കഴിഞ്ഞ് ഈ ജനം പോകുന്നതിനെ പറ്റി എഴുതിയിരിക്കുന്ന എങ്ങനെയാണെന്നറിയാവോ? ഒരു മാറത്തടിച്ച് കരഞ്ഞോണ്ട് പോയെന്നാണ്, ചങ്കത്തടിച്ച്. അതിന്റെ മധ്യത്തിൽ ഇത് കണ്ടോണ്ട് നിന്നൊരു മനുഷ്യൻ അവിടെ നിന്നോട് ഉറക്കം വിളിച്ചു പറഞ്ഞു. എല്ലാം പ്രതികൂലമായിരിക്കുമ്പോ, അല്ലാതെ എല്ലാവരുടെ പാട്ടുപാടി ആരാധിച്ചോണ്ടിരിക്കുമ്പോഴില്ല, എന്നാ ഇനി കരങ്ങൾ ഉയർത്താനുള്ളവർ ഉയർത്താൻ പറഞ്ഞപ്പോഴല്ല, എല്ലാം പ്രതികൂലമായിരിക്കുമ്പോ ഒരു വെളിപ്പാടുണ്ടായിട്ട് ഈ മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് അവന്റെ ഹൃദയത്തിൽ വന്ന ബോധ്യം അവൻ വായ കൊണ്ട് ഏറ്റു പറഞ്ഞു. ആര് കേൾക്കാൻ വേണ്ടി? ഇല്ല, അവന്റെ ബോധ്യം പറഞ്ഞതാ. അവൻ അവിടെ നിന്നുകൊണ്ട് ഉറക്ക പറഞ്ഞു, ഈ മനുഷ്യൻ വാസ്തവമായി ദൈവപുത്രനായിരുന്നു, സത്യം എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. അത് മുഴുവൻ വാക്യമാണ്. ഈ മനുഷ്യൻ വാസ്തവമായി ദൈവപുത്രനായിരുന്നു, സത്യം. സത്യം എന്ന് പറഞ്ഞാൽ എന്നാ? എനിക്ക് ബോധ്യമായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ക്രൂശിന്റെ ചുവട്ടിൽ ഈ പെർഫെക്ഷൻ ഉണ്ടാവും. നിർത്തട്ടെ. നമ്മുടെ 11 പേരോ അവര് ദൂരെ മാറി നിൽക്കുമല്ലേ, അവരിങ്ങ് വന്നില്ലല്ലോ. സാരമില്ല, കർത്താവ് ഉയർത്തെഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെല്ലും. അവരെ പണിതെടുക്കും, നല്ല മനോഹരമാക്കും. കുറവുകളും പോരായ്മകളും എല്ലാം നികത്തി തരും. കർത്താവിന്റെ അടുക്കൽ വന്ന്, എന്റെ അപ്പാ, ഞങ്ങൾ മിടുക്കരായിട്ടൊന്നും അല്ലല്ലോ നീ ഞങ്ങളെ ശുശ്രൂഷയ്ക്ക് വിളിച്ചത്, ആകയാൽ ഞങ്ങളെ ഓർക്കണമെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ പണിതെടുത്ത് ഏറ്റവും മനോഹരമാക്കി തീർക്കും. ഈ ശിഷ്യന്മാർ പിന്നത്തേതിൽ ആരായി മാറി? അവർ ലോകത്തിന്റെ 4 വൻകരകളിലേക്കും പടർന്നു ഈ സുവിശേഷമായിട്ട്. അവരെന്താ പ്രസംഗിച്ചത്? ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ചത് പറഞ്ഞ് ഒരു പ്രസംഗിച്ചത് ഓർമ്മയുണ്ടോ? പ്രാർത്ഥിക്കാം. ഒത്തിരി കുറവുകളും പോരായ്മകളൊക്കെ ഉള്ളവരാ. പലപ്പോഴും വചനം വേണ്ടുമെന്ന് ഗ്രഹിക്കാനോ പ്രാർത്ഥിക്കാനോ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ശുശ്രൂഷിക്കാനോ പറ്റാതെ വന്നിട്ടുണ്ട്. സത്യമാണ്. ഈ ലോക്ക്ഡൌണിന്റെ സമയത്തെങ്കിലും നമ്മളത് തിരിച്ചറിയണം. എന്നിട്ട് കർത്താവിന്റെ ദാസന്മാരായ നമ്മൾ ചെയ്യേണ്ടത് അവന്റെ സന്നിധിയിൽ വന്ന ആ ക്രൂശിന്റെ അടുക്കൽ, ആ കർത്താവിന്റെ അടുക്കൽ വന്ന്
എൻ്റെ കർത്താവെ എന്നെയും കൂടെ ഒന്ന് ഓർക്കണമെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഇന്ന് പകൽ ഈ ശുശ്രൂഷയിൽ അങ്ങനെ പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുന്നെങ്കിൽ എൻ്റെ കർത്താവെ എന്നെ സഹായിക്കണമെന്നൊരു വാക്ക് പറഞ്ഞാൽ ഒത്തിരി മാറ്റം ശുശ്രൂഷയിൽ കർത്താവ് ആഗ്രഹിക്കുന്ന അളവിൽ ഉണ്ടാകും. കണ്ണുകൾ അടച്ചാട്ടെ. കൽവറി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു, എന്റെ വേദന സർവവും നീക്കി എന്ന് പുതുജീവൻ പകർന്നവനാ. ആ പാട്ടിന്റെ വരികൾ കേട്ടെ. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എന്റെ യേശു എനിക്ക് നല്ലവൻ, അവനെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ചാട്ടെ. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഓർമ്മക്കുറവുകളും അബദ്ധങ്ങളും പലതരത്തിലുള്ള കുറ്റബോധം കൊണ്ടൊക്കെ ഞങ്ങൾ ഓരോ ദിവസവും ഈ ലോകത്തിൽ ഞെരുങ്ങിയും തളർന്നും ജീവിക്കുമ്പോൾ, ഞങ്ങൾ നല്ല ഉടുപ്പിട്ട് ചിരിച്ച് മനുഷ്യരുടെ മുമ്പിലൊക്കെ നിൽക്കുമ്പോഴും ഞങ്ങളുടെ ഹൃദയം തകർന്ന് പലപ്പോഴും കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ നിൽക്കാൻ പറ്റാതെ ഞങ്ങൾ ക്ഷീണിച്ചു നിൽക്കുമ്പോൾ കർത്താവ് പറയുന്നൊന്നുമല്ല ഞങ്ങൾ കേൾക്കുന്നത്, മറ്റെന്തൊക്കെയോ മന്ദമായി കേൾക്കുമ്പോൾ കർത്താവെ ഞങ്ങളെ ഇന്ന് പകൽക്കാലം ഓർക്കണം. അങ്ങയുടെ വാഗ്ദത്തം മാത്രമാണ് ഞങ്ങൾക്ക് ആശ്രയമായിട്ടുള്ളത്. ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ച പോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ച കർത്താവ് തന്റെ ശിഷ്യന്മാരെ പണിതെടുത്ത് ഏറ്റവും യോഗ്യമായ നിലയിൽ നിർത്തിയ കർത്താവെ, അതേ നിലയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട്. ഞങ്ങളെ മേൽ ആശ്രയിക്കുന്നു. ഞങ്ങൾ ബലപ്പെടുന്നു. ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങയുടെ ഇടം പോലെ പണിതെടുക്കണം കർത്താവെ. ഇന്ന് പകൽ ഞങ്ങൾക്ക് നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടാകായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചനത്തിലൂടെ കേട്ട ആലോചനയ്ക്ക് മുമ്പാകെ നമ്മളെ സമർപ്പിക്കാം. പ്രത്യേക ദൈവ വൃത്തിനെ നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ.